again, welcome back to Miyashu Talks. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ കരുതി. നമ്മളിപ്പോൾ പോവാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കക്കാടംപൊയിൽ വാട്ടർഫാൾസ് ആണ്. ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. ഇപ്പോഴുള്ള അവിടുത്തെ കണ്ടീഷൻ എന്താണെന്നൊന്നും ശരിക്കും അറിയില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വടപുറാണ്. ഈ ഒരു വടപുറം പാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ പാസ് ചെയ്തിട്ട് പോകും. ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, കാരണം നല്ല തിക്കായിട്ട് രണ്ട് ഭാഗവും നല്ല മരങ്ങൾ നിൽക്കുന്നത് കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിലൂടെ യാത്ര ചെയ്യാണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങളുടെ തിരക്കൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാനോലിയിലേക്കുള്ള എൻട്രി പോയിന്റ്. നിലമ്പൂർ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവേണ്ടത് അകമ്പാട റൂട്ടിനാണ്. പോകുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾക്ക് നമ്മുടെ യാത്രയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എവിടെ നോക്കിയാലും ഒരു പച്ചപ്പാർന്ന പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ശരിക്കും അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുക. കാടും മലയും കയറി ഇറങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിൽ നല്ല മലനിരകളും പാറക്കെട്ടുകളാണ് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു, കാരണം അധികം വീടുകളൊന്നും അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ പ്രകൃതി ആസ്വദിക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കാണാനും വരാനും പറ്റിയൊരു നല്ലൊരു പ്ലേസാണിത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് കുറച്ച് മോശമാണെന്നാണ് പറഞ്ഞു കേട്ടത്. സാരമില്ല, നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നല്ല മലനിരകൾക്കിടയിലൂടെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം പ്രകൃതിയുടെ അത്ര ഭംഗി വേറെ ഒന്നിനും കിട്ടില്ലല്ലോ അല്ലേ. നല്ല ശുദ്ധവായു ശ്വസിച്ച് റിലാക്സ്ഡ് ആവാൻ പറ്റിയ സ്ഥലങ്ങൾ. താമരശ്ശേരി ചുരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇതെന്നാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ഒരു ചുരം കയറുന്നത് പോലെ തന്നെയാണ് നമ്മളിത് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൻ്റെ ഇരുഭാഗവും നല്ല കാടാണ്. അതുപോലെ തന്നെ റോഡും അധികം ബെറ്ററൊന്നുമല്ല. അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കണ്ടില്ലേ, അത് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞത്. കാരണം വേറെ യാത്രക്കാരൊക്കെ തിരിച്ചു പോരുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഇരിക്കുകയാണ്, റോഡ് പണി ആയതുകൊണ്ട് അവിടെ വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അതുമാത്രമല്ല, വാട്ടർഫാൾസൊക്കെ വറ്റി വരണ്ട് കിടക്കാമെന്നാണ് പറഞ്ഞത്. സാരമില്ല, നമുക്ക് തിരിച്ചു പോന്നിട്ട് വേറെ നല്ല പ്ലേസുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് പോവാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മൂലേപ്പാടം വാട്ടർഫാൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് കുറുകെ ആയിട്ടൊരു പാലം ഉണ്ട് കേട്ടോ. ആ പാലത്തിലൂടെ കയറിയിട്ട് ഈ ഒരു വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കല്ലും മുള്ളും കയറി ഇറങ്ങിയിട്ടൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ
മൂലേപ്പാടം വാട്ടർഫാൾസ്. നല്ല ശുദ്ധമായ വെള്ളമല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്, അധികം ആഴമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ തന്നെ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോൾ ഇതിൻ്റെ ഗതിയൊക്കെ ഏകദേശം വേറെ ലെവൽ തന്നെയാവും. അതുമാത്രമല്ല, ഇവിടേക്ക് വന്നിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കാരണം വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഒന്നിൻ്റെയും തന്നെ ഒരു സൗണ്ട് പൊല്യൂഷനൊന്നും ഇല്ലാത്ത ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്ലേസാണ്. മാത്രമല്ല ഇരുഭാഗവും നല്ല കാടാണ്. കാടിൻ്റെ നടുവിൽ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടിട്ട് ഇരിക്കാനൊരു പ്രത്യേക ഫീലാണല്ലോ. നമ്മളിവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോയി നോക്കാല്ലേ. നമുക്ക് കക്കാടംപൊയിൽ വാട്ടർഫാൾസ് കാണാൻ പറ്റാത്തത് കാരണം കുറച്ചുകൂടി ടൈം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുരിശുമല എന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഇതാ ഏകദേശം ഇവിടേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിലൂടെ ഒന്ന് കയറി നോക്കാല്ലേ. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്, മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. വഴി കയറിയപ്പോൾ തന്നെ ഏകദേശം സ്റ്റാമിനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുരിശുമലയും കൂടി കയറാൻ പറ്റുമോ എന്നുള്ള ഈ കാര്യത്തിൽ യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറയപ്പെട്ട കുരിശുമല. ഇന്ന് സൺഡേ ആയത് കാരണം കൊണ്ടാണ് തോന്നുന്നു ഇത്രക്ക് തിരക്കുള്ളത്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ. കാരണം ഒരു ഭയം ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. ഓ, നമുക്കും തന്നെ ഒന്ന് പോകുന്നിടത്തോളം ഒന്ന് പോയി നോക്കാല്ലേ. ആക്ച്വലി ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല പരന്ന സ്ഥലമായിട്ടാണ് തോന്നുന്നു കാണുന്നത്. പക്ഷേ നല്ല റിസ്ക് ഉണ്ട് കയറാനും ഇറങ്ങാനൊക്കെ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഒന്ന് കയറി പോന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെങ്ങലൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് സ്ലിപ്പായാൽ തീർന്ന് കാണാം. ബോഡി പോലും കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. പക്ഷേ കുറച്ചങ്ങോട്ട് കയറിയാൽ നിരപ്പായ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഒരു ഓമും ഒരു കുരിശും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥയൊന്നും ഞാൻ തിരക്കി പോയിട്ടില്ല. അപ്പോൾ ക്യാമറ ചെറുതായിട്ടൊന്ന് പണി തന്നത് കൊണ്ടാട്ടോ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒരു ഭംഗിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കാണാൻ കഴിയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഇറങ്ങി പോകണം എന്നുള്ളൊരു പേടി കൂടി ഉണ്ടാവും മനസ്സിൽ. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്നത്. ബാക്കിയൊക്കെ നല്ല റിസ്ക്കാണ് കയറാനും ഇറങ്ങാനൊക്കെ. അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമല്ല, നമുക്ക് വന്ന വഴിനെ പതുക്കെ ഇറങ്ങിയിട്ടങ്ങ് പോവാല്ലേ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോവാല്ലേ. ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് 7:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ടൊന്ന് വീട്ടിൽ പോവാല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ചകളൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് തരണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ അറിയിക്കാനും പ്രത്യേകം മറക്കരുത്. അപ്പോൾ നമുക്കൊരടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്